എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. നിഫ്റ്റിയിൽ ഇന്നലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ്, അതായത് ഇന്നത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ലെവൽ. 2 വൈറ്റ് ലൈൻ്റെ ഉള്ളിലായിരുന്നു ഇന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്പണിങ്ങിൽ തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് ഓപ്പണിങ്ങിൽ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു തന്നിട്ടായിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നു. തിക്കായിട്ടുള്ള നമ്മുടെ ഈ വൈറ്റ് ലൈൻ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൽ ആയിരുന്നു ഓപ്പൺ ആയത്. റെസിസ്റ്റൻസ് അവിടുന്ന് റെസിസ്റ്റ് ചെയ്ത് അതിനെ താഴത്തേക്ക് തള്ളിവിട്ടു. ശേഷം നമ്മുടെ പ്ലാൻ എന്താണ്? ആദ്യത്തെ 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം അത് ക്ലോസ് ആയിട്ട് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് സൂചിപ്പിക്കുന്നോ ആ ഡയറക്ഷനിലോട്ട് ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി നിലനിർത്തിയിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ്, പിന്നീടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റ് 2 ലെവൽ. പിന്നെ ഇത് അവസാന നിമിഷം വന്നിട്ടുള്ള ക്യാൻഡിലാണ് ഈ ഒരു ടച്ച് തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സിംഗിൾ ഡയറക്ഷൻ എന്ന് പറയാം. ഒരൊറ്റ ഡയറക്ഷനിലേക്ക് പോയിട്ടുള്ളൂ. ഇടയിൽ കുറച്ച് കൂടുതൽ സമയം ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. ഒരു റേഞ്ച് ബൗണ്ട് എന്ന് പറയാം അല്ലേ? കറക്റ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സപ്പോർട്ടിന്റെയും ഒരു റെസിസ്റ്റൻസിന്റെയും ഇടയിൽ അത് കുറേ നേരം കൺസോളിഡേറ്റ് ആയിപ്പോയി. പക്ഷെ രാവിലത്തെ ഈ ഒരു ട്രേഡ്, അതായത് നമ്മുടെ ഓപ്പണിംഗ് ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു ട്രേഡ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെവൽസ് എല്ലാം കൃത്യമായിട്ടും വർക്ക് ആയിട്ടുണ്ട്. ശരിയല്ലേ? ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ കിട്ടുന്നത് അവിടെ നിന്ന് നമുക്ക് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാം. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഉണ്ടാവില്ല, 15 മിനിറ്റ് റിജക്ഷൻ എന്ന് പറയാൻ. കാരണം നമുക്കൊരു 10:30 മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്, അതായത് ലാസ്റ്റത്തെ ക്യാൻഡിൽ ഒഴികെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനം നമ്മുടെ സപ്പോർട്ട് ലെവലിൽ ടച്ച് ആയിട്ട് ക്ലോസ് ആയി. അപ്പോൾ ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് നല്ല രീതിക്ക് എടുക്കാൻ സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നല്ല വിസിബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഷോർട്ട് ആയിരുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ലെവൽസ് നോക്കുകയാണെങ്കിലും പ്ലാൻ ആണെങ്കിലും കൃത്യമായിട്ടും നല്ല പെർഫോമൻസും ലെവൽസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ആണെങ്കിലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇനി സെൻസെക്സ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. സെൻസെക്സും നിഫ്റ്റിയും ഒരുപോലെ തന്നെയാണ് മൂവ്മെന്റ് വന്നിട്ടുള്ളത്. ലെവൽസ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നതും ഒരേ രീതിയിലാണ്. 2 വൈറ്റ് ലൈനിന്റെ ഇടയിലാണ് സപ്പോർട്ട് റെസിസ്റ്റൻസും എടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നിഫ്റ്റി തന്നതുപോലെ തന്നെ സെൻസെക്സും ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നു. റെസിസ്റ്റൻസ് ലെവലിൽ ടച്ചായി താഴോട്ട് വന്നു. ആദ്യത്തെ നമ്മുടെ പ്ലാൻ എങ്ങനെയാണ്? ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡലിനെ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ക്യാൻഡൽസ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു ആ ഡയറക്ഷനിലോട്ട് ഡിസ്കൗണ്ട് ചെയ്ത് എൻട്രി എടുത്ത് ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ്, പിന്നീടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സെൻസെക്സ് കുറച്ചുകൂടി കൃത്യമായിട്ടും നമ്മുടെ ലെവൽസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നിഫ്റ്റി ലെവലിന്റെ അടുത്ത് എത്തിയിട്ടുള്ള അവസാന നിമിഷമാണ് നിഫ്റ്റിയിൽ ആ വൈറ്റ് ലൈൻ ടച്ച് ആയത്. സെൻസെക്സിൽ അതിനു മുൻപ് തന്നെ ഏകദേശം ആ ഒരു അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കൃത്യമായിട്ടും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് സെൻസെക്സിലായിരിക്കാം. നിഫ്റ്റിയിലാണെങ്കിലും പ്രോഫിറ്റ് കിട്ടിയില്ല എന്നല്ല കേട്ടോ, പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ചെറിയ രീതിക്ക് പ്രോഫിറ്റ് കുറഞ്ഞു പോകാനുള്ള സാധ്യത നിഫ്റ്റിയിലുണ്ട്. അതായത് ഈ ഒരു ലെവല് ബ്രേക്ക് ആയിട്ട് നിഫ്റ്റിയിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയിട്ട് ഒന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ ഒന്ന് മേലോട്ട് കയറി. അപ്പൊ അവിടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തവരുടെ ആണെങ്കിലും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയിട്ടുണ്ടാവും. അതായത് ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ആയിട്ടുണ്ടാവും. അല്ലാത്തവരാണെങ്കിൽ ഈ ഒരു കുറച്ചൊന്ന് മേലോട്ട് കയറുമ്പോഴാണ് ഓക്കെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയിട്ടുണ്ടാവും. എനിവേസ് ലോസിൽ പോകേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടില്ല. ലെവൽസ് സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും നല്ല പെർഫോമൻസ് ആണ് തന്നിട്ടുള്ളത്. നിഫ്റ്റിയിലും സെൻസെക്സിലും ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ചിട്ട് ഇന്ന് നമുക്ക് ട്രേഡ്സ് ലഭിച്ചിട്ടുണ്ട്. പ്രോഫിറ്റിൽ അവസാനിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ലെവൽസ് കൃത്യമായിട്ടും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിഫ്റ്റിയിലും സെൻസെക്സിലും നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ്
നാളത്തെ എൻ്റെ ലെവൽസ് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. നിഫ്റ്റിയിൽ നാളത്തേക്കുള്ള എൻ്റെ ലെവൽസ് ഇങ്ങനെയാണ്. ഇപ്പം നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ പറയുകയാണെങ്കിൽ നിഫ്റ്റി നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ എന്ത് വേണമെങ്കിലും തരട്ടെ. ഓപ്പണിങ്ങിന് ശേഷം ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് നോക്കിയിട്ട് ഞാൻ ട്രേഡ് എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ 3ാമത്തെ ക്യാൻഡിലൊക്കെ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അതൊന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ, ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ കാണിക്കുമ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്ത് അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും, അല്ലെങ്കിൽ ഡേയ്സ് ലോസ് സേഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആക്കി കീപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് മുകളിലോട്ടുള്ള ഈ ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് പ്രവർത്തിക്കും. ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്നും കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് താഴോട്ട് ട്രേഡ് ചെയ്യും. ഇനി 15 മിനിറ്റിൽ ഒരു റിജക്ഷൻ വരാതെ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഹൈ വരികയാണെങ്കിൽ വീണ്ടും ഒന്ന് താഴോട്ട് ഇറങ്ങി ഒരു റിജക്ഷൻ തരുന്ന സമയത്ത് വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതിന് തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് അടുത്ത ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി അപ്പോൾ മുകളിലോട്ടുള്ള ഈ തിക്കായിട്ടുള്ള ലെവലുകളെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ആയിട്ടും ആക്ട് ചെയ്യും. ഇനി ഓപ്പണിങ്ങിന് ശേഷം നിഫ്റ്റി താഴോട്ടാണ്, അതായത് രണ്ടാമത്തെ 3ാമത്തെ ക്യാൻഡിൽ താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് താഴോട്ടുള്ള ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് വരും. അതായത് 24,286, 24,199, 24,152, 136 എന്നീ സപ്പോർട്ടുകൾ ഇത് ടാർഗറ്റുകളായിട്ട് വരും. 24,153, 136 സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. സപ്പോസ് 24,136 ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് 24,053, 24,007 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടുന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് തന്നെ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് വരുന്നതായിരിക്കും. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ലോ വരികയാണെങ്കിൽ പിന്നെയും ഒന്ന് പ്രൈസ് മുകളിലോട്ട് കയറിയിട്ട് ഒരു റിജക്ഷൻ കാണിക്കുമ്പോൾ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് താഴോട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കിയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആ കിട്ടിയ റിജക്ഷന് തൊട്ട് മുകളിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലെ താഴോട്ടുള്ള എൻ്റെ ലെവൽസും അതുപോലെ തന്നെ മുകളിലോട്ടുള്ള എൻ്റെ ലെവൽസും. നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാനും ഇങ്ങനെയായിരിക്കും. ഇനി സെൻസെക്സിൽ എൻ്റെ ലെവൽസ് എങ്ങനെയാണ്, സെൻസെക്സിൽ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സെൻസെക്സിൽ നാളത്തേക്ക് വേണ്ടി മാർക്ക് ചെയ്ത ലെവൽസ് എങ്ങനെയാണ്. അപ്പോൾ ട്രേഡിംഗ് പ്ലാൻ പറയുമ്പോൾ സെൻസെക്സ് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് തരട്ടെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ആദ്യ ക്യാൻഡിൽ അപേക്ഷിച്ച് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഒന്ന് താഴാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഡിസ്കൗണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് ആ ഒരു കിട്ടിയ റിജക്ഷൻ തൊട്ട് താഴെ അല്ലെങ്കിൽ ഡേയ്സ് സ്റ്റോപ്പ് ലോസ് ആക്കി മുകളിലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ആ സമയം വരെ ക്രിയേറ്റ് ഹൈ ആയിട്ട് പിന്നീടുള്ള ഈ ലെവൽസ് എല്ലാം ടാർഗറ്റ് വരും. ഇവിടെ 85,597 പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ ആക്കി 85,597 പറയുന്ന ഈ ഒരു ലെവൽ ഇവിടെ നിന്നും നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെ നിഫ്റ്റിയിൽ ഞാൻ ലെവൽ മാറ്റിയിട്ടുണ്ട്. അതിൽ ആ ഒരു ഏരിയയിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള 15 മിനിറ്റ് റിജക്ഷൻ ഇവിടെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരു ഓപ്ഷൻ എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഇനി സപ്പോസ് 87,17 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി കുറച്ച് നേരം ട്രേഡ് ചെയ്യാൻ പിന്നെ 85,051, 183, 384 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റ് ആക്കി മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് ലെവലിൽ നിന്നാണ് ചെറിയ ടൈം ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാൻ ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലും റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈ ചെയ്ത് താഴോട്ട് ഈ ലെവലിൽ തന്നെ ടാർഗറ്റ് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റ് ആവാതെ അതൊരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ടൈം ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഒരു പുതിയ ഹൈ വരികയാണെങ്കിൽ പിന്നെ തരുന്ന ഒരു ഡിസ്കൗണ്ടിൽ നിന്ന് ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ അവിടെ വീണ്ടും മെട്രിക്സ് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലിൽ തന്നെ ടാർഗറ്റ് ആക്കി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി സെൻസെക്സ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, അതായത് ഓപ്പണിംഗിന് ശേഷം താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആദ്യത്തെ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഒന്ന് മേലോട്ട് കയറി ഒരു റിജക്ഷൻ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് 80,332, 80,055, 79,856, 79,634, 571 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഇവിടെ 80,055 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. 80,055 ബ്രേക്ക് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് 79,856, 79,634, 571 എന്നീ ലെവലുകളിലേക്ക് നമുക്ക് സെൻസെക്സിലെ പ്രൈസിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. സപ്പോസ് ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. സപ്പോസ് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിന് താഴെ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 79,340, 79,134 എന്നീ ലെവലുകൾ ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് താഴോട്ട് വീണ്ടും നമുക്ക് പുട്ട് ഓപ്ഷൻ തന്നെ ട്രേഡ് കണ്ടിന്യൂ
ചെയ്യാൻ സാധിക്കും. അപ്പോൾ താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടുന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് മുകളിലോട്ട് ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇനി അഥവാ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ ആ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു പുതിയ ലോ വരികയാണെങ്കിൽ വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ അവിടുന്ന് വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതിന് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി വെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ എൻ്റെ താഴോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും അതുപോലെ മുകളിലോട്ടുള്ള എൻ്റെ ലെവൽസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ട്രേഡിംഗ് പ്ലാനും നിഫ്റ്റിയിലും സെൻസെക്സിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഇന്നലത്തെ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കി, അത് നമ്മൾ പരിശോധിച്ചു. നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ്, നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് നാളത്തെ ട്രേഡിംഗ് അവേഴ്സിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നാളത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൻ്റെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്യാൻ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മാസം ഒരു ബാച്ച് വെച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. മാക്സിമം 10 പേരിനെ എടുക്കുള്ളൂ. ഫീസ് 10,000 ആണ്. 3 വീക്ക് ആയിരിക്കും ക്ലാസിൻ്റെ ഡ്യൂറേഷൻ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ചാർട്ട് കൃത്യമായിട്ടും റീഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ഈ ട്രേഡിംഗ് സ്റ്റൈല് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.